അപ്പൊ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഉമ്മച്ചീനെ ഒന്ന് ഇവിടെ കൊണ്ടുവരണം. ഉമ്മച്ചി ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഒന്ന് കാണാന്, ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ ഒന്ന് കാണാൻ വന്നേട്ടാ. സന്തോഷായില്ലേ അഫി? ഗുഡ് മോർണിംഗ് ഗൈസ്. ഇവിടെ ഒരാള് രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു അവധി ദിവസമായിട്ട് പോലും രാവിലെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ ഉമ്മച്ചിന്ന് പറഞ്ഞിട്ടേ രാവിലെ 7 മണിക്കൊക്കെ എണീറ്റ് അങ്ങനെ ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നത് തന്നെ ഒരു നേരമായി. എനിക്ക് തോന്നുന്നു 1:30 എങ്ങാണ്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. പിന്നെ ഉറങ്ങി ഒക്കെ കഴിഞ്ഞു. ഉമ്മച്ചി നിസ്കാരം എല്ലാം കഴിഞ്ഞ് എപ്പോഴും ഉറങ്ങിയ 2:30 നേരത്തെ എങ്ങാണ്ട് ഉറങ്ങിയിട്ട് രാവിലെ തന്നെ എണീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നടപ്പുണ്ടേ. അപ്പം മസാല ദോശ ഉണ്ടാക്കാം കേട്ടോ. ഉമ്മച്ചി അതുകൊണ്ട് പിന്നെ നല്ല സുഖമാണ്. രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്. എന്തായാലും 2 മാസം ഉമ്മച്ചി ഉണ്ടാവും. 2 മാസം മാക്സിമം ഞാൻ മുതലാക്കാൻ തീരുമാനിച്ചേക്കാം കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല സുഖമാണ്. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാല് അതന്നെ ഉമ്മച്ചക്കാണ് ഇവിടെ വന്നിട്ട് പണിയില്ല എന്നും പറഞ്ഞിട്ട് നടക്കാണ്. എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഓരോരോ പണികൾ ഒപ്പിക്കാട്ടാ. എനിക്കൊന്നും ചെയ്യണ്ടല്ലോ. എനിക്ക് രാവിലെ എണീറ്റ് വന്നാല് ഫുഡ് റെഡി. എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റണില്ലായിരുന്നു ഇങ്ങനെ ഇവിടെ വെച്ചിട്ടെ. നാട്ടിലങ്ങനെയൊക്കെ തന്നെ, പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ ഒരാൾ ഉണ്ടാവുക എന്നൊക്കെ പറയണത്. ഉമ്മച്ചി വന്നോണ്ട് ഇവ ഹാപ്പിയാണോ? എനിക്ക് മറ്റൊരു സാധനം തന്നിട്ട് അതിന്റെ കിച്ചൺ സെറ്റ് വെച്ച് കളിക്കും. ഇങ്ങനെ കൊറേ മല്ലിപ്പൊടിയും അതന്നെ ഇവാക്ക് കളിക്കാൻ കൂട്ടുകാരിയെ കിട്ടി. ഇവാടെ എല്ലാ കുരുത്തക്കേടിനും കൂടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഇവാനെ വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോകും. ഉമ്മച്ചി ഉള്ളതുകൊണ്ട് തന്നെ ഇവ ഇവിടെ ഏക്കെല്ലാം ആക്കണില്ല കേട്ടോ. ഇവ ഉമ്മച്ചിയാണ് സ്കൂളിൽ ഒരുക്കി വിടുന്നത്. അതുകൊണ്ട് ഇവായും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഉമ്മച്ചിനെ വിടാം നമുക്ക്. ഉമ്മച്ചി ഓടും. ഉമ്മച്ചിക്ക് ഇവിടെയാണോ ഇഷ്ടം നാട്ടിലാണോ ഇഷ്ടം? ഉമ്മച്ചി നമ്മുടെ നാട് പിന്നെ എല്ലാം പറയാതിരിക്കാൻ പറ്റുക. പിന്നെ ഇവിടെ അതൊരു വേറൊരു സന്തോഷം. ഇവിടെ വന്ന് ആയിട്ട് വേറെ സ്ഥലത്ത് വന്ന് ഉമ്മച്ചി ഒന്ന് നാട്ടിലോട്ട് ഓടിയാ മതി എന്നും പറഞ്ഞിട്ട് ദിവസം എണ്ണിക്കൊണ്ടിരിക്കാട്ടാ. നമ്മൾ ഉമ്മച്ചിയായിട്ട് മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചീനെ ദുബായ് മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് വന്നതാണേ. ഉമ്മച്ചി എവിടെയാ പോണെ? എയർപോർട്ടില്ല. എയർപോർട്ട് പോലുണ്ട്, പക്ഷേ സ്മെല്ലിനും അതെവിടെ പോയാലും മീനല്ലേ. അങ്ങനെ ഞങ്ങള് ഫിഷൊക്കെ വാങ്ങിയല്ലേ ഉമ്മച്ചി? എന്തൊക്കെ ഫിഷ് നമ്മള് വാങ്ങിയേ? ഐക്കൂറ, ഞണ്ട്, ചെമ്മീൻ. അതന്നെ. എന്താണ്? സാൽമൺ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ സാൽമൺ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ സാൽമൺ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് എങ്ങനെ ആയിരിക്കും, ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങാണ്ട് വെച്ചേക്കാം. ഇതിന് ഉമ്മച്ചിണ്ടല്ലോ ധൈര്യം. എന്താ ഇവിടെ എന്താ എന്നെ മേത്തൊട്ടിച്ച് വെച്ചെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഉമ്മച്ചി എന്നിട്ട് ഫിഷ് മാർക്കറ്റ് ഇഷ്ടമായ? സ്മെല്ലുണ്ടെന്നേ ഉള്ളൂ. സ്മെല്ല് അത് പിന്നെ നാട്ടിലാണേലും എവിടെ ആണേലും ഫിഷ് മാർക്കറ്റ് നമുക്ക് ചെന്ന് കഴിയുമ്പോ കുറച്ചു നേരം. അപ്പൊ ഇപ്പൊ എന്നെ ചോറും ഉണ്ടോ കേട്ടാ ഓഫീസില്? എന്നെ ഓഫീസിൽ എല്ലാരും കളിയാക്കലാട്ടാ അപ്പൊ ചോറൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ട്. കാരണം ഞാൻ ഉള്ളപ്പം, ഞങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോ ചോറൊന്നും കൊണ്ടുപോകൊന്നും ഇല്ല. ഇപ്പൊ ഉമ്മച്ചി വന്നേ പിന്നെ സ്ഥിരം ചോറൊക്കെ ആയിട്ടാട്ടാ പോണത്. ഇതൊക്കെ തൊപ്പിയാ? വേണ്ട അപ്പൊ വലിയ ആളെ പോലെ എന്തൊക്കെയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. താലി അങ്ങനെ ഞങ്ങൾ ഇന്ന് ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നേക്കാട്ടാ. ഉമ്മച്ചിനെ നമ്മൾ ദുബായ് ഫുള്ള് ചുറ്റി കാണിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ഗ്ലോബൽ വില്ലേജ് കാണുമ്പോൾ ഉമ്മച്ചി എക്സൈറ്റഡ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല. കാരണം ഉമ്മച്ചിക്ക് എന്ത് കണ്ടാലും പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ആളാണ്. എന്നാലും കാണിച്ചു കൊടുക്കാം. ഉമ്മച്ചി ഗ്ലോബൽ വില്ലേജൊക്കെ ഒന്ന് കാണാന്, ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ ഒന്ന് കാണാൻ വന്നേട്ടാ. സന്തോഷായില്ലേ അഫി? ഇത് കണ്ടിട്ട് ഉമ്മച്ചി പറയാണ് നല്ല പള്ളി. അതെന്ത് സാധനം? അതൊക്കെയാണ് നമ്മൾ ഓരോന്നിൽ കയറാനേ, ഓരോ രാജ്യങ്ങൾ. അതൊക്കെ
എങ്ങനെയുണ്ട് ഗ്ലോബൽ വില്ലേജ്? എങ്ങനെയുണ്ട്? കയറിയിട്ടേ ഉള്ളു കേട്ടോ, നമ്മൾ അകത്തോട്ട് പോണതേ ഉള്ളു. ഞങ്ങളങ്ങനെ ഓരോരോ പവലിയോൺസ് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ത്യൻ പവലിയോണിൻ്റെ ഉള്ളിലാട്ടോ. ഉമ്മച്ചാടാ ഇന്ത്യയിൽ ഇപ്പം എന്ത് കാണാനാ? ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കേട്ടോ. നമ്മുടെ സ്ഥലമല്ലേ? നമ്മുടെ സ്ഥലമല്ലേ, ഇവിടെ എന്ത് കാണാനാണ്? വെറുതെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ തിന്നാനൊക്കെ തരും, അതൊക്കെ തിന്നിങ്ങനെ നടപ്പുണ്ട് നമ്മള്. ഉമ്മച്ചി നടന്ന് നടന്ന് അത്ര ദൂരം നടക്കും. ഇനി പറയ്, എങ്ങനെ ഉണ്ടായിരുന്നു? കാലൊക്കെ അല്ലെങ്കിൽ ഷൂസൊക്കെ ഇട്ട് വരുന്ന ആളാട്ടെ, ഇന്ന് ചെരുപ്പൊക്കെ ഇട്ട് വന്നേക്കില്ല ഗ്ലോബൽ വില്ലേജ് നടക്കാൻ. ഞങ്ങളെങ്ങനെ മിറാക്കിൾ ഗാർഡനിൽ കയറിയിട്ടുണ്ടേ. ഒരാളിവിടെ വായും വിളിച്ച് നിക്കാട്ടാ. പൂവറിക്കല് ഇഷ്ടായോ അമ്മച്ചി? കേറിയിട്ടുള്ളട്ടാ. എല്ലാം ഒറിജിനലാ, ഇവിടെ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഞാനൊരു 4-5 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുള്ള ചേട്ടാ. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹമായിരുന്നു, ഉമ്മച്ചീനെ ഒന്ന് ഇവിടെ കൊണ്ടുവരണം. ഉമ്മച്ചിയാണല്ലോ ചെടിയുടെ പ്രാന്തി. അപ്പോൾ ഉമ്മച്ചീനെ ഈ ചെടിയുടെ ലോകത്തൊന്ന് കൊണ്ടുവരണം നന്നേ വിചാരിച്ചതാണ്. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ അതിപ്പോൾ സാധിച്ചു. വലിയ ചെടിച്ചട്ടി എല്ലാം തൂക്കിയിട്ടിരിക്കുന്നേ, അതൊക്കെ തന്നെ അറിയാം. ഇത് കാണാണ്ട് പോയിരുന്നെങ്കിൽ നഷ്ടമാകുമായിരുന്നോ? ശരിയാ. എനിക്ക് ഉമ്മച്ചീനെ വേറെ എവിടെയും കാണിച്ചില്ലെങ്കിലും അല്ല വേറെ എവിടെയും കാണിച്ചില്ലെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു കേട്ടോ. ചെടിക്ക് വേണ്ടിയിട്ട് ഐഡിയ വെച്ച് മരം വളർത്തി ആക്കിയതായിരിക്കും അല്ലേ? അങ്ങനെ അല്ലേ? ഇനി ഉമ്മച്ചി ഒരാഴ്ചയും കൂടെ ഉള്ളട്ടോ. അടുത്ത സാറ്റർഡേ ഉമ്മച്ചി പോവാണ്. ഉമ്മച്ചി ഹാപ്പിയാണോ ഉമ്മച്ചി പോണേന്? വീട് നാട് കാണാമല്ലോ, സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുന്ന് പോകുന്ന വിഷമമുണ്ട്. വെറുതെ ഒന്നുമില്ല. ഉമ്മച്ചിക്ക് ഒന്ന് നാട്ടിൽ പോയാ മതി. ഉമ്മച്ചിയുടെ വീട്, ഉമ്മച്ചിയുടെ ചെടി, പപ്പ അല്ലേ? പപ്പ എന്താ കൊണ്ടുവരാത്തെന്ന് കുറെ പേര് ചോദിക്കണുണ്ട്. പപ്പാക്ക് അവിടെ ജോലിയാണ്. പപ്പ വന്നു കഴിഞ്ഞാല്, അതായത് 2 മാസം ഇപ്പൊ ഉമ്മച്ചിയെ പോലെ അങ്ങനെ നിൽക്കാനൊന്നും പപ്പാക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പപ്പയെ കൊണ്ടുപോയി. പപ്പ എന്തായാലും ഒരു 10-15 ദിവസം വരാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും പപ്പ വരുന്നില്ല. തൽക്കാലം ഉമ്മച്ചി പോവാണ്. ഇതൊക്കെ ഞാൻ പണ്ട് വന്ന് കണ്ടിട്ടുള്ള കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ അന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്നു, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. മാറ്റമൊന്നുമില്ല, അതിലൊക്കെ തന്നെ പൂക്കൾ കുറച്ച് മാറ്റം വരുത്തുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാ മിറാക്കിൾ ഗാർഡൻ? ഇത് ഫുള്ളിങ്ങനെ കാണാത്ത പോലെ ആട്ടോ ഫ്ലവേഴ്സ് നിൽക്കുന്നത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ. ഫുള്ളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഉമ്മച്ചിയുള്ള ദിവസങ്ങളൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. ഓഫീസ് വിട്ടിട്ട് വീട്ടിലേക്ക് വരാൻ തന്നെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെയും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ഇതിലാട്ടോ വന്നുകൊണ്ടിരുന്നത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഉമ്മച്ചിനെ കൊണ്ടൊന്ന് ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന്. പക്ഷേ എല്ലായിടും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് അല്ലേ കിട്ടാറുള്ളത്. എന്നാലും ഓൾമോസ്റ്റ് ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.